എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത്. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യറാണ് അധസ്ഥിത വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത്. 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് 1848 കല്ലായിയിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. 1812 കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. 1812 കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. രാമനമ്പിയായിരുന്നു 1812 കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമായിരുന്നു സാന്താൾ കലാപം. സാന്താൾ കലാപമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകമാണ് റഗ്മാർക്ക്. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകമാണ് റഗ്മാർക്ക്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദജാഥ നയിച്ചതാര്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദജാഥ നയിച്ചത് KK കൗസല്യ. KK കൗസല്യയായിരുന്നു പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദജാഥ നയിച്ചത്. നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ് നിത്യചൈതന്യ യതി. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം ഉത്പതനം. ഉത്പതനം മൂലമാണ് നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം. ഖരാവസ്ഥയിലുള്ള ഹാലോജൻ. ഖരാവസ്ഥയിലുള്ള ഹാലോജനാണ് അയഡിൻ. അയഡിനാണ് ഖരാവസ്ഥയിലുള്ള ഹാലോജൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം 1957. 1957 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ. ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠം. ആനന്ദമഠമാണ് ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായിയാണ് തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തുവാണ് പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. തോമസ് ഓസ്റ്റിൻ ആയിരുന്നു നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ബാപ്പുജി എന്ന
പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത്? ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ എന്ന ഹോർമോണാണ് ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ദാമൻ ഗംഗ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാര്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവായിരുന്നു മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ. മയോഗ്ലോബിനാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഗ്രലിൻ എന്ന ഹോർമോണാണ് ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. തലയോട് എന്ന കഥയാണ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16-നാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. തലാമസാണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് രോഗമാണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951-ലായിരുന്നു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില
1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം താപധാരിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാറ്റിനേഷൻ. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് കാറ്റിനേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം ബാക്ടീരിയയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചറാണ് പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? 14. 14ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് കാർബൺ. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം. തലയോടിലെ അസ്ഥികളുടെ എണ്ണം 22. തലയോടിൽ 22 അസ്ഥികളാണ് ഉള്ളത്. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമായിരുന്നു ചലോ ചലോ ദില്ലി ചലോ എന്നത്. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. മൈക്കോളജിയാണ് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് കൻവർ സിംഗ്. കൻവർ സിംഗ് ആയിരുന്നു ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലാണ് സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത് ആര്? റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത്. സോഡ വെള്ളത്തിലെ ലീനം ഏത്? സോഡ വെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് സോഡ വെള്ളത്തിലെ ലീനം. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേര്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേരെന്താണ്? ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡാണ്. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാര്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളം. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? കാൽഷ്യം
കാർബണേറ്റ്. മുട്ടത്തോടിൽ അടങ്ങിയിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ കണ്ടൽ സസ്യങ്ങൾ. കണ്ടൽ സസ്യങ്ങളിലാണ് ശ്വസനവേരുകൾ കാണപ്പെടുന്നത്. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡറാണ് നർത്തകി നടരാജ്. നർത്തകി നടരാജാണ് പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരിയാണ് അരുണിമ സിൻഹ. അരുണിമ സിൻഹയാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി. മർമ്മദ്രവ്യത്തിൽ വലകണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലകണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലികയാണ് മർമ്മദ്രവ്യത്തിൽ വലകണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശമാണ് ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൻ. സാന്തോഫിൻ എന്ന വർണ്ണകമാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതിയാണ് ഓടക്കുഴൽ. 1965 ജി ശങ്കരക്കുറുപ്പിൻ്റെ കാവ്യസമാഹാരമായ ഓടക്കുഴലിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനം. ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടാണ് ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന ഉപകരണമാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക് ദിക്കിനെ. വടക്ക് ദിക്കിനെയാണ് ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ. കുർക്കുമിനാണ് മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുക? ചുവപ്പ്. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ചുവപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത് ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് മൂലമാണ് ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത്. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റോയിൻ ലാവോസിയർ.
ആൻറ്റോയിൻ ലാവോസിയർ ആണ് മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ല. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ല. മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? 10%. മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. കരോട്ടിനാണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം. ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം. ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ് ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത് മർമ്മം. മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗമാണ് കരൾ. കരളാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ. പോളിയോയാണ് പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം. നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷിൽ നിന്നാണ്. നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കോൾട്ടാർ. കോൾട്ടാറിൽ നിന്നുമാണ് നാഫ്തലീൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഒരു ഉപകരണം. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഒരു ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഒരു ഉപകരണം. കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിയാണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം. തൈറോക്സിൻ്റെ അഭാവം മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ അഭാവം മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. ക്രെട്ടനിസം എന്ന രോഗമാണ് തൈറോക്സിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പായിരുന്നു ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം. പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. പയറുചെടിയുടെ വേരിലെ മുഴകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ. പയറുചെടിയുടെ വേരിലെ മുഴകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ റൈസോബിയം. റൈസോബിയം എന്ന ബാക്ടീരിയയാണ് പയറുചെടിയുടെ വേരിലെ മുഴകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ. ജടായുപാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ജടായുപാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ജടായുപാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം.
ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് എന്ന വീക്കമാണ് ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം. റിൻഡർപെസ്റ്റ് അഥവാ കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം. റിൻഡർപെസ്റ്റ് അഥവാ കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണമാകുന്നത് വൈറസ്. വൈറസാണ് കന്നുകാലി പ്ലേഗ് അല്ലെങ്കിൽ റിൻഡർപെസ്റ്റിന് കാരണമാകുന്നത്. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജാണ് സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദം. മാനവികതാവാദമാണ് നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. നെറ്റിയിലെ അസ്ഥിയുടെ പേര്. നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫ്രോണ്ടൽ ബോൺ. ഫ്രോണ്ടൽ ബോൺ എന്നതാണ് നെറ്റിയിലെ അസ്ഥിയുടെ പേര്. ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ. ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ് മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. മാർഗരറ്റ് ബുർക്കെ വൈറ്റാണ് ചർക്കതിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ ആണ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥിയാണ് അറ്റ്ലസ്. അറ്റ്ലസ് അസ്ഥിയാണ് തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാധ്യമം. മാധ്യമം പത്രമാണ് 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.